ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളെല്ലാവരും ചിക്കൻ ഫ്രൈ റെഡിയാക്കൂലേ? ഒരു പ്രാവശ്യമെങ്കിലും ഇതേമാതിരി ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു കടായി അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 8 വെളുത്തുള്ളി അല്ലിയും പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി 2 സവാള നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതേമാതിരി തന്നെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. സവാള നന്നായിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ തന്നെ വഴറ്റിയെടുക്കണം. രണ്ട് പച്ചമുളക് പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇതിനെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ ഒരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റേണ്ടതാണ്. എരിവ് അധികം വേണ്ടാത്തവർക്ക് എരിവുള്ള മുളക് പൊടി കുറച്ചെടുത്ത് കാശ്മീരി മുളക് പൊടി കൂട്ടി കൊടുത്താൽ മതിയാകും. അടുത്തത് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു 4 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. വലിയ തക്കാളി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇതേമാതിരി തന്നെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൈമിൽ തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാവുന്നതാണ്. 3-4 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഇതൊരു 12 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് പിന്നെയും വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് മൂടി തുറന്ന് നോക്കാം. വെള്ളമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പുരണ്ട് വന്നിട്ടുണ്ട്. ഇത് ഗ്രേവി ഇല്ലാതെയാണ് ഞാൻ ഈ ചിക്കൻ ഫ്രൈ റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. നന്നായിട്ട് സ്പൂൺ വെച്ച് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ
നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറക്കരുത്. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.